പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. ഇത് ആ പരിശുദ്ധാത്മശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്, രണ്ടാമത്തെ ക്ലാസ്സാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇവിടെ എന്തെല്ലാം നമ്മൾ പഠിക്കുന്നു എന്നുള്ളതുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമുക്ക് ആ പ്രാധാന്യത്തിലെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാനാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് പിന്നെയും നമ്മളായിരിക്കുന്നത്. നമ്മൾ നിർത്തിയത് തിരുവെഴുത്തുകളുടെ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണെന്നുള്ള ഭാഗത്തിലേക്ക് വരികയായിരുന്നു. ഇന്നത്തെ നമുക്കറിയാം, ഈ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ ബൈബിളാണെങ്കിലും വ്യാഖ്യാനിച്ച് കഴിയുമ്പോൾ ചിലർ പറയാറുണ്ട്, സത്യത്തിൽ ദൈവം ഇതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്നൊക്കെ എത്രയോ മാറിയാണ്. നിത്യത ചെല്ലുമ്പോൾ ചിലപ്പോൾ പറയും, എൻ്റെ മോനെ ഇത് ഞാൻ ഉദ്ദേശിച്ച് നിന്നോട് പറഞ്ഞത് ഇന്നതായിരുന്നു, നീ എന്താ പ്രസംഗിച്ച് വിട്ടത്. ചില ദൈവാസന്മാരൊക്കെ പറയും, ദൈവമേ ആദ്യ കാലങ്ങളിലൊക്കെ ബൈബിളിൽ പ്രസംഗിച്ചു, ഇപ്പോഴാണ് അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണെന്ന് മനസ്സിലായത്. കാരണം അന്ന് അത്രത്തോളം ആഴമായ പഠനം ഉണ്ടായിരുന്നില്ല. ഈ വാക്യത്തിൻ്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായ കുറേ കാലഘട്ടം. ഇത് ചില കവിതകൾ എഴുതും. അത് കഴിയുമ്പോൾ ടീച്ചർമാർ അതിന് കുറച്ച് അങ്ങോട്ട് അർത്ഥം പറയും. അപ്പോൾ ചിലർ പറയും, ഈ കവി ശരിക്കും കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ അതൊന്നും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷെ ആ കവിയോട് ചോദിച്ചാൽ ആ കവി അതിൻ്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു തരും. ഇതുപോലെ തന്നെ തിരുവെഴുത്ത് അല്ലെങ്കിൽ ബൈബിൾ എഴുതിയിരിക്കുന്നത് 1600 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 40-ലധികം പേർ ഒന്നിച്ച് ചിന്തിക്കാതെ ഇത്രയും കാലഘട്ടത്തിൻ്റെ ഗ്യാപ്പിൽ 3 ഭൂഖണ്ഡങ്ങളിലായി ഇരുന്നു കൊണ്ട് വിവിധ ജോലികളാലായിരുന്ന, വിവിധ സംസ്കാരങ്ങൾ, വിവിധ രീതിയിലുള്ള മതവിശ്വാസങ്ങളൊക്കെ അറിയാവുന്നവരും അത് തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലെ പലതും അറിവായിട്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ എഴുതിയത് അത് പരിശുദ്ധാത്മാവായതുകൊണ്ട്. തിരുവെഴുത്തുകളൊന്നും മനുഷ്യൻ്റെ ബുദ്ധിയാൽ ഉളവായതല്ല, അതെല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അവൻ്റെ ആത്മാവാണ് കൂട്ടിച്ചേർത്തതെന്നാണ് യെശയ്യാവ് 34:14 കാണുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധം വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തിരുവെഴുത്ത് എഴുതിയ ആളോട് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരില്ലേ. നമ്മൾ മറ്റുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. പിന്നെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് തോന്നിയിട്ട് വെറുതെ വിളിച്ചു പറയണ ഒരു കാലം കൂടിയാണ്. അതായത് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാ എന്ന് പറയുന്ന പോലെ അവസ്ഥയുണ്ട്. അപ്പോൾ അതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള എങ്ങനെ കൂട്ടായ്മയിൽ ജീവിക്കാം എന്താണ് ഒക്കെ മനസ്സിലാക്കണം. അപ്പോൾ ബൈബിളിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, പരിശുദ്ധാത്മശാസ്ത്രത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരണം. ഇനി ഈ കൃപാവരങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം പറഞ്ഞാൽ നിങ്ങൾ കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അറിവ് വേണം. 9 വിധ കൃപാവരങ്ങളാണ് സാധാരണ പറയാറുള്ളതെങ്കിലും അതല്ലാതെ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങളുണ്ട്, എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങളുണ്ട്. 25ഓളം കൃപാവരങ്ങൾ ചിലർ പറയുമ്പോൾ അല്ല അതിനേക്കാൾ അപ്പുറത്ത് കൃപാവരങ്ങളുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഈ 9 കൃപാവരത്തിൽ തന്നെ അതിൽ ചില വ്യത്യാസമുണ്ട്. രോഗശാന്തികളുടെ വരങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇന്ന രോഗം സൗഖ്യമാക്കാനായിട്ടുള്ള ഒരു കൃപയായിരിക്കും. ചിലയിടത്ത് അത് നമ്മൾ എന്താണ് ഒരു സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു കാര്യം മൂലഭാഷയിൽ എടുക്കുമ്പോൾ ഉണ്ട്. ചിലരുടെ അടുത്ത് അത് എന്താണ് അത് ആ അന്യഭാഷയെക്കുറിച്ച് ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും അന്യഭാഷയുടെയും സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് നമുക്ക് ഈ പരിശുദ്ധാത്മശാസ്ത്ര ക്ലാസ് ഉപകരിക്കും. അപ്പോൾ പിതാവായ ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മളെ ക്രിസ്തുവിൽ ഒരു വലിയ പദവി തന്നു, ദൈവമകനാകാനുള്ള പദവി. അപ്പോൾ തന്നെ അധികാരവും തന്നിരിക്കുക. പക്ഷേ ഇതിന് ശക്തി വേണം, അത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. നമുക്കറിയാം, ഒരു പോലീസുകാരനാകാൻ ഒരാൾ തിരഞ്ഞെടുത്തു. അയാൾക്ക് വേണ്ട അധികാരവും വസ്ത്രമൊക്കെ കൊടുത്തു. പക്ഷെ അയാൾക്ക് നിവർന്നൊന്ന് ജംഗ്ഷനിൽ പോയി നിന്നിട്ട് ഒരു വണ്ടിയെ കൈ കാണിച്ച് നിർത്താനായിട്ടുള്ള ശക്തിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്
ദൈവം തിരഞ്ഞെടുത്തതിൻ്റെയും നമുക്ക് തന്ന അധികാരത്തിൻ്റെയും ക്രിസ്തുവിൽ ഞാൻ ആയിരിക്കുന്നതിൻ്റെ പൂർണ്ണമായ കാര്യം വെളിപ്പെടുന്നത് അപ്പോഴാണ്. മറ്റൊരു കാര്യമാണ് വിശുദ്ധി. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നല്ല വിശ്വാസത്തിലേക്ക് വന്ന് പലർക്കും ആഗ്രഹമുണ്ട് കോപശീലം നിർത്തണം, കാമശീലം മാറ്റണം, ധനത്തോടുള്ള മോഹം മാറ്റണം, സ്നേഹിക്കാൻ കഴിയണം, ക്ഷമയില്ലായ്മ കാര്യങ്ങൾ, ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ഈ പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാക്ഷസന്മാരായ മനുഷ്യർക്ക് തുല്യമായിട്ട് സ്വഭാവങ്ങളിങ്ങനെ വിജയകരമായ ജീവിതത്തെയാണ് കാണിക്കുന്നത്. വിജയകരമായ ജീവിതമാണ് കനാൻ ദേശം കാണിക്കുന്നത്. അവിടെ ഇതുപോലുള്ള പല പല സ്വഭാവമുണ്ട്. ഈ സ്വഭാവമൊക്കെ ജയിച്ച് എനിക്കൊരു നല്ല ജീവിതം നയിക്കാൻ കഴിയുമെന്ന് പല വിശ്വാസികൾക്കും പറ്റുന്നില്ല. കാരണം എന്താ? അവരെല്ലാം അന്ന് 10 പേര് ദുർവർത്തമാനം പറഞ്ഞതുപോലെ അവർ ബുദ്ധിയിലാണ് കണ്ടത്. എന്ത്? ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞ എന്താണ്? യഹോവയാൽ കഴിയും. വിശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് ഒരിക്കലും കഴിയില്ല. ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുവാൻ തക്കൊണ്ട് ഞങ്ങളിലൊരു പ്രമാണം ഉണ്ട്. ജഡത്തിലൊരു നന്മയും വസിക്കുന്നില്ല. അയ്യോ, ഞാൻ എൻ്റെ ഇഷ്ടമനുഷ്യൻ, ഈ പാപത്തിനെതിരമായ ശരീരത്തിൽ നിന്നെ ആർ വിടുവിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം റോമാലേഖനം 8:2 പറയണത്. ജീവൻ്റെ ആത്മപ്രമാണം നിങ്ങളെ പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് വിടുവിക്കും. കണ്ടോ? അപ്പോൾ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ, ഈ പാപത്തെയും മരണത്തെയും ജയിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം ബുദ്ധി അവിടെ ശ്രമിച്ചു. അതാണ് ഇച്ഛിക്കാത്ത തിന്മ. അപ്പം ഇച്ഛിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല അത് ചെയ്യണമെന്ന്. പക്ഷെ ആ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോയി. പക്ഷെ പരിശുദ്ധാത്മാവിന് നടക്കുമ്പോൾ നമുക്കിതിനെ ജയിക്കാൻ പറ്റും. നമുക്കറിയാം, ഒരു നമ്മുടെ ന്യൂട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും ആകർഷണ ഇതുണ്ട് ഇല്ലേ? ആപ്പിൾ താഴോട്ട് വീണപ്പോൾ ഭൂമിയിലേക്ക് എന്തും ആകർഷിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ കാക്ക അതിന് വിരോധമായിട്ടാണ്. കാക്ക പറന്നു പോകുമ്പോൾ അത് വീഴുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ കാക്കയ്ക്കകത്തൊരു പ്രമാണമുണ്ട്. എന്താണ്? ജീവൻ്റെ പ്രമാണം. എന്നാൽ ആ കാക്കയിൽ എപ്പോഴാണോ ജീവനുണ്ടാകുന്നത് അപ്പോൾ ഈ ഗുരുത്വാകർഷണത്തിൽ ആകർഷിക്കപ്പെട്ട് വീണുപോകും. പരിശുദ്ധാത്മാവിനെയും യേശുവിനെയും നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശു തന്നെ നമ്മൾ വന്ന് ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നടക്കുമ്പോൾ നടക്കുന്നത്. ഞാനല്ല, ക്രിസ്തു അത്രയെന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ ആ നിവർത്തീകരണം വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നത്. നമുക്ക് പകരക്കാരനായിട്ട് യേശുവിന് ജീവിതം അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് വിജയകരമായി ജീവിതം നയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിതം നയിക്കാനുള്ള പ്രേരണയും അത് എങ്ങനെയാണ് നടത്തേണ്ടതെന്നും പറഞ്ഞിരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ, അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റാം? തെറ്റുകൾ പറ്റാം. അതിലൂടെ നമുക്ക് അറിവില്ലായ്മയാൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും പല വിധത്തിലുള്ള പ്രയാസങ്ങളും നമുക്ക് ഉണ്ട്. തെരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയാത്തത് കൊണ്ടെന്ന് പറഞ്ഞ പോലെ അവിടെ ദൈവശക്തിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം അവിടെ ധന്യനായ കർത്താവ് തന്നെ പറയാനായിട്ട് ഇടയായി തോന്നുന്നല്ലോ. ഈ കാലഘട്ടത്തിൽ പല ദൈവദാസന്മാർ ബലഹീനരൊക്കെ ആയിരുന്നു, പരാജയപ്പെട്ടവരൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. അവരെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന അവർക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവുമായിട്ട് നല്ല കൂട്ടായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ശുശ്രൂഷ ഭയങ്കര ശക്തമായിരിക്കും. കാരണം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന് സ്വന്തം ബുദ്ധിയിൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെ പറയുമ്പോൾ യേശു ദൈവമല്ലേ? യേശു ദൈവമാണ്. പക്ഷെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതിരുന്നത്. ആരാധിച്ച കർത്താവ് അയ്യോ എന്നെ ആരാധിക്കരുതെന്ന് പറയത്തില്ല. പക്ഷേ ദൈവശക്തി എടുത്തിരുന്നില്ല. മനുഷ്യനായി വിളങ്ങി എന്ന് പറയണം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്നാണ് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഉള്ളവന് മാത്രമേ ശക്തമേറിയ ശുശ്രൂഷ വെളിപ്പെടൂ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുള്ളവർക്ക് മാത്രമേ യേശു ആരാണെന്ന് നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കൂടെ യേശു എനിക്ക് അറിയാവുന്നതാണ്, ശേഷം പോരാ, ഇതല്ല, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്ന് പറയണം. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എഫെസ്യർ പറയുന്നത് നമ്മളെ പിതാവായ ദൈവത്തിനെ കുറിച്ച് എന്ത് ചെയ്യണം? അറിയണം. എന്നിട്ട് വേണം ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏത് പ്രതികൂലത്തിലും ക്ഷീണിച്ചു പോകാതെ ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും. പരിശുദ്ധാത്മാ ശക്തികൾ ആരും തളർന്ന് തകർന്നു പോയിട്ടില്ല. അവരെല്ലാം ശക്തമായി ഉള്ളത്തിലും പുറമേയും
ഈ ചിലരുടെയൊക്കെ വലിയ വീട് സാമ്പത്തികമൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ അകത്ത് ചെല്ലുമ്പോഴായിരിക്കും ഭാര്യയും ഭർത്താവും കൂടി സംസാരിച്ചിട്ട് നാളുകളായിട്ടുണ്ട്, മക്കൾ പലരും ഉടക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ പരിശുദ്ധാത്മാവായിട്ട് നടക്കുന്നവർക്ക് യേശുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയും അവരിലൂടെ അവർക്ക് വലിയ രൂപാന്തരം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ഈ കാലഘട്ടത്തിൽ ജനം ഓടിക്കൂടുന്നത് എപ്പോഴും ശക്തമേറിയ കൃപാവരങ്ങൾ വിളിക്കും. അതെന്ന് വെച്ചാൽ പ്രകൃത്യാതീതമായ ഒരു കഴിവ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ജനത്തെ ശുശ്രൂഷിക്കാൻ കഴിയൂ. രോഗിയായ വ്യക്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രോഗസൗഖ്യം കൊടുക്കാനായിട്ടുള്ള പരിശുദ്ധാത്മ നിയോഗം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇത് കിട്ടി അങ്ങനെ നിൽക്കാനായിട്ടൊരു ഉണ്ടാകണം. അങ്ങനെയുള്ളവരൊക്കെയാണ് ലോകത്തിൽ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ ചെയ്ത് ജനത്തെ ശുശ്രൂഷിച്ചത്. നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ പരിഹാരം വരുത്താനൊക്കെ കഴിയുമെങ്കിലും ചില കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഒരു സഭ വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മ വ്യക്തമായി വേണം. അല്ലെങ്കിൽ അവിടെ വളർച്ച ഉണ്ടാകത്തില്ല. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും എന്ത് ചെയ്യുന്നു പറഞ്ഞത്, ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിച്ചു എന്ന് കാണാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഈ പഠനമെന്ന് പറയുന്നത് സ്വന്തം പ്രശ്നങ്ങൾക്കും മറ്റുള്ള സഭ വളർച്ചയ്ക്കും ഉപകരിക്കുമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്ന്, വികാരമുള്ള, ദുഃഖിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്, ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഒരു വസ്തുവായി കണ്ടാൽ അതെന്തൊരു ബുദ്ധിമുട്ടാണ്. പല കുടുംബത്തിലും സ്വന്തം ഭാര്യയെ കാണുന്നതൊരു വസ്തുവിനെ പോലെയാണ്. അതുകൊണ്ട് അവരുടെ കുടുംബജീവിതം നന്നാകുന്നില്ല. ആ ഭാര്യയെ എന്താണ് ഒരു വസ്തുവിനെ പോലെ എന്ന് പറഞ്ഞാൽ അലക്കാനും ഭക്ഷണം വെക്കാനും ഇത്രയൊക്കെ മാത്രം. അവരുമായിട്ടൊന്ന് കുറേ നേരം സംസാരിക്കാനോ അവരെ പലയിടത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള ആ ഇത് വരികയും അവരെ വളരെ അതിനേക്കാൾ നന്നായി ചെയ്യുകയും ചെയ്യും. ഇതുപോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു നമ്മളുടെ അകത്ത് വന്ന് വസിച്ചു. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കണ്ടേ, എന്നാലല്ലേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അപ്പം അതൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു ആളത്വം നമ്മൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആകാൻ പാടില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമോ, പരിശുദ്ധാത്മാവിന് നിയോഗം എനിക്ക് കിട്ടുമോ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ ചിന്തകളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആളത്വമായിരിക്കുന്നത് കൊണ്ട് ഒരു വെറും ശക്തി മാത്രമല്ലെന്നും നമുക്ക് എന്താണ് നേതൃത്വം വഹിക്കാൻ നമ്മുടെ ഏതൊരു കാര്യത്തിലും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. ആദിമസഭ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് സഭ വളർന്നത്. നാം ഒരു പർവ്വതത്തിൽ ഉയരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ചില വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വേണം പോകാൻ. അതൊരു നിറവിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് പോകുന്നത്, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മറ്റുള്ള ചില കാര്യങ്ങളിലേക്ക് പെട്ടത് തന്നെ കയറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? അതാണ് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആരാണ്? ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്നവരുണ്ട്. അവർ പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ശക്തിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വാധീനത എന്ന് പറയുന്നത്. മോർമോൺ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവർ പറയുന്നത് വായുമണ്ഡലത്തിലൂടെ വ്യാപരിക്കുന്ന സ്വർഗീയ ആനന്ദമാണ് പരിശുദ്ധാത്മാവ്. മോഡേൺ തിയോളജിക്കാർ പറയുന്നത്
മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആത്മീയ വശത്തുള്ളൊരു പ്രേരണാശക്തി മാത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ യഹോവസാക്ഷികൾ പറയുന്നതാണ് അതൊരു ശക്തിയാണ്, ഒരു വ്യക്തിയല്ലെന്ന് പറയുന്നത്. അടുത്ത പറയണത് വായുമണ്ഡലത്തിലൂടെ വ്യാപരിക്കുന്ന സ്വർഗീയാനന്ദം, അതാണ് പരിശുദ്ധാത്മാവ്. അതിനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നു. ആധുനിക ദൈവശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ തിയോളജിക്കാരോ പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആത്മീയ വശത്തുള്ള പ്രേരണാശക്തിയാണ്. അപ്പോൾ അവിടെ അത് വേർതിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ നിന്നും പ്രേരണ കിട്ടും, നമ്മളിൽ നിന്നും പ്രേരണ കിട്ടും. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞാലേ ഇത് മനസ്സിലാക്കത്തുള്ളൂ. പിന്നെ വേറെ കുറച്ച് പേര് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്നുപോയെന്നാണ്. പരിശുദ്ധാത്മാവ് നിന്നുപോയെന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിന്നുപോയി. അതോടുകൂടി അവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റുകൾ സ്നേഹം, സന്തോഷം, ദയ, പരോപകാരം, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രവചനം, അന്യഭാഷ, വ്യാഖ്യാനം, രോഗശാന്തി ശുശ്രൂഷ അതൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവ് നിന്നുപോയെന്ന് പറയുന്നത് അത് എത്രത്തോളം ബോഷ്കായ കാര്യമാണ് എന്ന് മനസ്സിലാവും. പിന്നെ ഇനി വേറൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചിരി, കൊര, വിവിശതയൊക്കെ വരും. പക്ഷെ ഇതൊക്കെ പുതിയ അത് മാത്രം ശുശ്രൂഷിക്കുന്ന, തലയെ കൈവയ്ക്ക് താഴെ വീഴ്ത്തുക, ചിരിപ്പിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഗർജനം. എന്തെല്ലാം കാര്യങ്ങളാണ്. അതൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും അങ്ങനെയുള്ള മനുഷ്യരുടെ മുമ്പിൽ നമ്മളെ വിട്ടുതരാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ശുശ്രൂഷകൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കണം, ഇത് ശരിയല്ല. കർത്താവ് തന്നെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയണം. മത്തായി 24:24 അവർ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കുന്നതാണ്. അപ്പോൾ ഭൂതങ്ങൾക്കും അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുതെന്ന് കൂടി ഈ ഇതിലൂടെ മനസ്സിലാക്കണം. പിന്നെ ഭാഷാപരമുണ്ട്, അന്യഭാഷ കിട്ടും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ചില ദുരുപദേശങ്ങൾ. പിന്നെ അല്ലാതെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അത് കൂടുതൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കും അധികമായിട്ട് പോകുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചോദ്യത്തിലാണ് നമ്മൾ പെട്ടെന്ന് ആ ഭാഗത്തു നിന്ന് ഒന്നും കൂടി ചിന്തിച്ചത്. പഴയത് തന്നെ കാര്യം തന്നെ. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവം. അതിനെന്താ തെളിവ്? ഇതൊന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം, ഇല്ലേ? ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്നാണ് ചിലർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ത്രിയേക ദൈവമാണ് നമ്മുടെ ദൈവം. ഏക ദൈവമാണ്. ആ ദൈവത്തിൽ 3 ആളത്വമുണ്ട്. ആ ആളത്വത്തിൽ ഒരുവനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആശീർവാദത്തിൽ പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പറഞ്ഞിരിക്കുക. നമുക്കതിൻ്റെ ചില 1-2 ഇതായിരുന്നു. ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക ലക്ഷണങ്ങൾ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. ദൈവമാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പട്ടി വന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. പക്ഷേ അത് മനുഷ്യനെ പോലെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഞാനും മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടും, ഇല്ലേ? ഇതുപോലെ ദൈവമാണെന്ന് ഈ ഭൂമി പറയുന്ന അനേകരുണ്ട്. പക്ഷെ അതാണല്ലോ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ ദൈവത്തെ അറിയാതെയും ദൈവത്തിൻ്റെ ലക്ഷണങ്ങളില്ലാത്തവയ്ക്കും കീഴ്പ്പെട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അവരുടെ നോക്കിയാൽ അതിലെ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നിത്യനാണ്. ആരംഭമോ അവസാനമോ ഉണ്ടാകാൻ പാടില്ല. എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്തിൽ പരിശുദ്ധാത്മാവിലായിരുന്നു ആ മരണം ഏറ്റെടുത്തതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതും ഒരു വലിയ ദൂതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ യേശുവിനെ ക്രൂശിൽ കടത്തുമ്പോൾ ബാക്കി എല്ലാവരും പോയി. പക്ഷേ കർത്താവിൻ്റെ ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൽ നിത്യാത്മാവിനാൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്.
പിതാവ് നിത്യനാണെന്ന് 90 സങ്കീർത്തനത്തിലും യേശുക്രിസ്തു നിത്യനാണെന്ന് എബ്രായ ലേഖനം 13:8 1 യോഹന്നാൻ 5:7 സാക്ഷ്യങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എബ്രായർ 9:14 പറയുന്നത് എന്താണ്? നിത്യനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണെന്ത്? നിത്യത. അടുത്ത സ്വഭാവം എന്ന് പറയുന്നത് സർവശക്തിയാണ്. ഈ ശക്തി ഉള്ളവനാണ് ദൈവം. എന്നാൽ നമുക്ക് വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വാക്കാണ് എന്ത്? പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള. യോബിൻ്റെ പുസ്തകം 33 അധ്യായത്തിൻ്റെ 4 വാക്യം കാണാൻ കഴിയുന്നുണ്ട് അവിടെ. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്വഭാവമാണ് സർവജ്ഞാനി. ദൈവിക ലക്ഷണങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന് ഈ ലക്ഷണങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കണം. അടുത്ത വാക്യം നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. പിന്നെ യെശയ്യാവ് 4:13 നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയ, ദൈവത്തിലെ എല്ലാ കാര്യങ്ങളും ആഴമായി അറിയുന്ന. മറ്റൊന്നാണ് ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സർവ്വവ്യാപി. സർവ്വവ്യാപി നമുക്കറിയാം. ഇവിടെയൊക്കെ ദൈവങ്ങളാണെന്ന് പറയുന്നത് ആ ഇട്ടാവട്ടത്ത് അവിടെ തന്നെ ഒതുങ്ങിയ. ഇപ്പം അങ്ങോട്ടും കൂടെയൊക്കെ അതിനെക്കുറിച്ച് പലതും ചെയ്തുകൊണ്ട് പലതും ഉണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോയാൽ നമ്മുടെ സമയം ചുരുക്കം മാത്രം എടുക്കാനുള്ള ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ദൈവിക ലക്ഷണങ്ങൾ, പരിശുദ്ധാത്മാവിന് ദൈവമാണെന്ന് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സർവ്വവ്യാപിത്വമാണ്. അത് 139 സങ്കീർത്തനം 7 മുതൽ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്നെ വിട്ട് ഞാൻ എവിടെ പോകുമെന്ന് ചോദിച്ചുകൊണ്ട് നിൻ്റെ ആത്മാവിനെ വിട്ട്. അപ്പോൾ അവിടെ എവിടെ ചെന്നാലും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നാണ് പരിശുദ്ധൻ. ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ ചിലർ പരിശുദ്ധൻ എന്ന് പറയുന്നത് അതൊക്കെ വെറും വിഡിത്തമാണ്. ഏക പരിശുദ്ധനേ ഉള്ളൂ എന്നാണ് വെളിപ്പാട് പുസ്തകം 5 അധ്യായത്തിൽ ആരാധിക്കുമ്പോൾ പറയുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് അവന് യേശു എന്ന് പേരിടണമെന്നുള്ള അത് മാത്രമല്ലാതെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ലൂക്കോസ് 12:13 കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 367 പ്രാവശ്യം ആയിട്ടുള്ള മറ്റു പ്രയോഗങ്ങളുണ്ട്. അല്ലാതെ പല ട്രാൻസ്ലേഷനിലും വന്ന മിസ്റ്റേക്ക് കാരണം അതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് എന്ത്? പരിശുദ്ധാത്മാവ് എന്ന പേര്. അപ്പോൾ പരിശുദ്ധാത്മാവെന്നാണ്, ആത്മാവെന്ന് മാത്രമല്ല ഇവിടെ. തൻ്റെ ആ നാമം തന്നെ എന്താണ്? പരിശുദ്ധനാണ്. ലോകത്തിൽ പരിശുദ്ധനായിട്ട് വേറെ ആരുമില്ല ദൈവമല്ലാതെ. ഒരു തെറ്റ് ചെയ്യാത്ത, നീതി ന്യായവും എല്ലാം കൃത്യമായി ചെയ്യുന്ന. പിന്നെ സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയണം. സത്യമുള്ളത് ദൈവത്തിന് മാത്രം. അനുഗ്രഹം നൽകാൻ കഴിയുന്നതും ആശീർവാദത്തിനുള്ളതും എന്താണ്? തൻ്റെ ദൈവിക ലക്ഷ്യതയെ കാണിക്കുക. പരിശുദ്ധാത്മാവിന് സ്വന്തം ഇച്ഛയിൽ കൃപാവരങ്ങൾ കൊടുക്കാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മറ്റ് പല കാര്യങ്ങൾ നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ യഹോവ എന്നെ ആത്മാവ് എന്നിങ്ങനെ 3 പദങ്ങൾ കാണാൻ പറ്റും. അത് സാരാംശത്തിലെ ഏകത്വത്തിൻ്റെ ഒരു വാക്യമാണ്. യെശയ്യാവ് 48:16. അതുതന്നെയാണ് നമുക്ക് യെശയ്യാവ് 61:1 പറഞ്ഞിരിക്കുന്നുണ്ട്. യഹോവ എന്നിൽ കർത്താവിൻ്റെ കണ്ണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ഒരു ലക്ഷണങ്ങളുടെ വിഷയങ്ങളൊന്ന് നിർത്തി അടുത്തൊരു വിഷയത്തിലേക്ക് അടുത്ത സെക്ഷനിൽ കടക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് പഠിക്കുമ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ കഴിയും. പലപ്പോഴും ആ ബോധ്യത ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വളരെ ആദരവില്ലാത്ത രീതിയിൽ സംസാരിക്കുക. തങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ മലിനമെന്നെണ്ണുന്ന എന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ പലപ്പോഴും ആ അവസ്ഥ ഞങ്ങൾക്കുണ്ട്. കർത്താവ്, എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന ഭയവും ബഹുമാനവും യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന് വായിക്കുന്ന പോലെ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ ആ ലക്ഷണങ്ങൾ ഞങ്ങൾ ചുരുക്കമായി പഠിച്ചു. അതിലൂടെ ജീവിതത്തിൽ രൂപാന്തരം വരാൻ സഹായിക്കണം. അവിടുത്തെ മഹത്വത്തിനായിട്ട് സകല കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ. ആമേൻ. കർത്താവ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ചുരുക്കമായിട്ടായിരിക്കും ചില കാര്യങ്ങൾ ഗ്രഹിച്ചതെങ്കിലും അതിൻ്റെ ചില വിശദീകരണത്തിലേക്ക് പോയതുകൊണ്ട് ചിലപ്പോൾ നീണ്ടുപോയിട്ട് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളത് ആഴമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. കർത്താവ് നിങ്ങളെ ഈ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളാലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.